2 ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്തത് ഇതിനകത്തിട്ടുണ്ട്. ഇത് 2 ഓറഞ്ചിൻ്റെ നീരും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തതാണ് ഈ മിശ്രിതം. കാണാൻ പറ്റുന്നുണ്ട്. ഉണക്കമുന്തിരിയും കൂടി സോക്ക് ചെയ്യാൻ വെക്കാം. 2 ഈന്തപ്പഴം കൂടി വേണേ ഇടാം. ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്യാൻ വെച്ച് ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഈ സമയം നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര കാരമലായി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്യാം. ഇതിനിടയിൽ നമ്മൾ 3/4 കപ്പ് പഞ്ചസാരയും 5-6 ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ടയും ഇട്ട് ഇത് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ പഞ്ചസാരയും ഗ്രാമ്പൂവും പട്ടയും പൊടിച്ചത് ഇട്ട് പഞ്ചസാരയും ഇതിലേക്കിട്ട് 3 മുട്ട 3 മുട്ട അടിച്ചു വെച്ചതും ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഇട്ടു. കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഓയിലും ഇതെല്ലാം കൂടി ഈ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. 1/2 കപ്പ് മൈദ ഞാൻ ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും 3/4 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നല്ലവണ്ണം 2-3 പ്രാവശ്യം തെള്ളി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഒന്നിച്ചിടരുത്, കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യുക. ചെയ്ത് വെച്ചിരിക്കുന്ന ഇനി ഈ കൂട്ടിലേക്ക് കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറും കൂടി ആഡ് ചെയ്യാം. കുറച്ച് മൈദ മാവും കൂടി ഇടുക. ബാക്കിയിരിക്കുന്ന മാവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും നമ്മൾ ഈ ബാക്കി വരുന്ന മൈദയിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പൊടിയിൽ മിക്സ് ചെയ്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ഈ കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ കൂട്ട് നമുക്ക് ഒരു സിലിക്കോൺ മോൾഡിലേക്ക് മാറ്റാം. ഈ കൂട്ടിന് മുകളിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും കൊണ്ട് അലങ്കരിക്കും. ടൂട്ടി ഫ്രൂട്ടി ഇല്ല കേട്ടോ. ഈ കേക്കിൻ്റെ കൂട്ട് എയർ ഫ്രയറിലേക്ക് മാറ്റാം. എന്നിട്ട് 160-ൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യാം. 160-ൽ നമുക്ക് അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.